தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும். എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെയധികം സന്തോഷമുണ്ട്. പുള്ളിക്കെതിരെ വന്ന എതിർപ്പുകളും പല ചതികളും എല്ലാം കൂടെ വെച്ച് പുള്ളി മുഖ്യമന്ത്രിയാവുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. ഞങ്ങൾ ടി വിക്ക് മാറിക്കഴിഞ്ഞു. എന്തായാലും ടി വിക്ക് അവിടെ വന്നാലും ഞങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യും. പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണോ എതിർപ്പുകൾ വരുന്നത് അതുപോലെ തന്നെയാണ് പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തൊട്ട് ഈ ഇന്നലെ പുള്ളിക്ക് പിന്നെ ഭൂരിപക്ഷം കിട്ടുന്നത് വരെയുള്ള എതിർപ്പുകളും നാടകീയ രംഗങ്ങളും ഇതെല്ലാം ഇറങ്ങിയറിയും. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വീട്ടിന്റെ അംഗം പോലെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഞങ്ങളുടെ അണ്ണനെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെ തമിഴ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ ചോദിച്ചപ്പോൾ ജയിക്കത്തില്ല, 1-2 സീറ്റ് കിട്ടുള്ളൂ, 3 സീറ്റ് കിട്ടുള്ളൂ, 4 സീറ്റ് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്യുന്ന വെറുതെ പാടാവും, വിജയ്ക്ക് വോട്ട് ചെയ്യും, വിജയ് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാണ്. ജയിച്ചു. ഒന്നുകൂടെ പറയും. വിജയ് ജയിച്ചിട്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ കാത്തിരുന്നത്. അല്ലെ എപ്പോഴേ ഞാൻ പോയന്. നമസ്കാരം. തമിഴ്നാടിൻ്റെ സൂപ്പർ സ്റ്റാർ വിജയ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലുള്ള വിജയ് ഫാൻസാണ്. വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇനിയിപ്പോൾ കേരളത്തിലേക്കും പാർട്ടി വളരുമോ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിലവിൽ? തീർച്ചയായിട്ടും പാർട്ടി ഉണ്ടാവും. വിജയ് സാറിൻ്റെ കൂടെ തന്നെ ഞങ്ങളും കാണും, ഉണ്ടാവും. എന്തായാലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്തോഷമാണ്. വളരെയധികം സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം കൊച്ചുനാൾ മുതലേ ഞാൻ സിനിമ കണ്ടു മുതലേ എന്താ പറയേണ്ടത്, എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെയധികം സന്തോഷമുണ്ട്. വിജയ് മുഖ്യമന്ത്രി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് പുള്ളി പ്രതിപക്ഷത്തെങ്കിലും വരും എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ ആ ഒരു ഭരണ സംവിധാനങ്ങളുടെ ആ ഒരു പോരായ്മകൾ വെച്ച് പിന്നെ പുള്ളിക്കെതിരെ വന്ന എതിർപ്പുകളും പല ചതികളും എല്ലാം കൂടെ വെച്ച് പുള്ളി മുഖ്യമന്ത്രിയാവുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണോ എതിർപ്പുകൾ വരുന്നത് അതുപോലെ തന്നെയാണ് പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തൊട്ട് ഈ ഇന്നലെ പുള്ളിക്ക് പിന്നെ ഭൂരിപക്ഷം കിട്ടുന്നത് വരെയുള്ള എതിർപ്പുകളും നാടകീയ രംഗങ്ങളും ഇതെല്ലാം ഇറങ്ങിയറിയത്. ഫാൻസുകാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം, ഈ TVKയുടെ പ്രവർത്തനം കേരളത്തിലും സജീവമാകുന്നുണ്ടോ നിലവിൽ? എങ്ങനെയാണ്? ഒരുപാട് സജീവമാവുന്നുണ്ട്. അതായത് ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഫാൻസ് ആയിരുന്ന സമയത്ത് അങ്ങനെ തന്നെ മക്കളേക്കമായിട്ട് മാറിയപ്പോഴും അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ ഇരിക്കുന്ന സമയത്തും ഒരുപാട്. ഇനിയിപ്പോൾ TVK ആയിട്ട് മാറുമ്പോഴും ഞങ്ങൾ TVK മാറിക്കഴിഞ്ഞു. എന്തായാലും TVK അവിടെ വന്നാലും ഞങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്യും. സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് തോന്നുന്നു തലസ്ഥാനത്ത്. ഇപ്പോൾ ഞങ്ങൾ ഫാൻസിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലും പിടിമുറുക്കാനുള്ള ഒരു ഇത് തന്നെയാണ്. വന്നാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും തളപതിക്ക് വേണ്ടി. എന്നുവെച്ചാൽ നമ്മുടെ ഒരു വീട്ടിൻ്റെ അംഗം പോലെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഞങ്ങളുടെ അണ്ണനെ പോലെയാണ് നമ്മൾ കാണുന്നത്. കട്ട ഫാനാണ്. വിജയ് CM ആകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ് CM ആവും. പലരും പറഞ്ഞു 1-2 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പുള്ളി ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇവിടെ തന്നെ തമിഴ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ ചോദിച്ചപ്പോൾ ജയിക്കത്തില്ല, 1-2 സീറ്റ് കിട്ടുള്ളൂ, 3 സീറ്റ് കിട്ടുള്ളൂ, 4 സീറ്റ് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ വോട്ട് ചെയ്യുന്ന വെറുതെ പാടാവും, വിജയ്ക്ക് വോട്ട് ചെയ്യും, വിജയ് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാണ്. ജയിച്ചു. എന്തെങ്കിലും ആഹ്ലാദ പ്രകടനങ്ങളോ മറ്റോ നടത്തിയിരുന്നു? വിജയിച്ചതിന് ശേഷം ചെയ്തിട്ടില്ല, ചെയ്യണമെന്നുണ്ട്. എന്തായാലും ചെയ്യും, അത് 100% ഉറപ്പായിട്ട് ചെയ്യും. ഇപ്പം പെട്ടെന്നൊക്കെ ആയതുകൊണ്ട്. എന്തായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരത്തുള്ള വിജയ് ഫാൻസാണ് നമ്മളോട് പ്രതികരിച്ചത്. വൈകാതെ തന്നെ തലസ്ഥാനത്തേക്കും അതുകൂടാതെ കേരളത്തിലുടനീളം TVK എന്ന പാർട്ടി മുറുക്കും എന്നുള്ള അതായത് ഉടലെടുക്കും എന്നുള്ള ഒരു സൂചനയാണ് ഫാൻസുകാരും നമുക്ക് നൽകുന്നത്. അതുകൂടാതെ തലസ്ഥാനത്ത് അല്ലാതെ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിജയ് ഫാൻസുകാർ വളരെ വലിയ ആഹ്ലാദത്തിലാണ്. തിരുവനന്തപുരത്തെ തിരുവല്ലത്ത് അടക്കം വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ നടന്നിരുന്നു. ഫാൻസുകാർ പായസമടക്കം വിതരണം ചെയ്താണ് മുഖ്യമന്ത്രി ആയി വിജയ് ആയതിനു ശേഷം ആഹ്ലാദവും സന്തോഷവും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.